ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയാണ്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു അക്സെപ്റ്റൻസ് കിട്ടുമെന്നോ എൻ്റെ വീഡിയോസിന് വ്യൂസ് ഉണ്ടാവുമോ എന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രസവരക്ഷയാണ്, അതായത് പോസ്റ്റ് പ്രഗ്നൻസി കെയർ വീഡിയോ. അത് എൻ്റെ സ്ഥലം കായംകുളം ആണ്. കായംകുളത്ത് എങ്ങനെയാണോ ആ രീതിയിലാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്, അതായത് ഇതിലുള്ളത്. പിന്നെ ഇന്നുകൊണ്ട് പ്രഗ്നൻസി റിലേറ്റഡ് എല്ലാ വീഡിയോയും കഴിയാണ്. ഇത് ഫൈനൽ വീഡിയോ ആണ്. അപ്പം ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണോ കാണാൻ ആഗ്രഹമുള്ളത് അതെൻ്റെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. സോ ഇന്നത്തെ പ്രസവരക്ഷ വീഡിയോ കാണാം. ഈ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എണ്ണയാണെങ്കിലും വെള്ളമാണെങ്കിലും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ ഓരോന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അതിൽ തന്നെ ആദ്യം വേത് വെള്ളം തിളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. പുളിയില, പേരയുടെ ഇല, പാളാങ്കോടൻ വാഴയുടെ ഇല, അത്തി, എരിക്കിൻ്റെ ഇല, ഇത്രയും. പിന്നെ പ്ലാവിൻ്റെ ഇല, ഇതൊക്കെ ഇടുവോ ഇതിൽ? ശരിക്കും എല്ലാം ഇട്ടിട്ടുണ്ട്. പ്ലാവില ഇട്ടിട്ടുണ്ട്, പ്ലാവില ഇട്ടിട്ടുണ്ട്. പെരുമണത്തിന്റെ ഇലയുണ്ട്, പേരയുടെ ഇലയുണ്ട്, പിന്നെ എരിക്കലയുണ്ട്, പുളിയിലയുണ്ട്, പാളാങ്കോടൻ വാഴയുടെ ഇലയുണ്ട്, അത്തിയുണ്ട്. എല്ലാ ഇലയും ഇട്ട്, പിന്നെ ഇത് ഇതെല്ലാം കൂടി ഇട്ട് വെള്ളം അങ്ങോട്ട് നല്ലതുപോലെ വെട്ടി തിളപ്പിച്ച് വേത് കുടിക്കാൻ. ഈ ഇലയെല്ലാം കളയോ എന്നിട്ട്? ഈ ഇല ഇത് 2 ദിവസത്തേക്കുള്ള വേദിന്റെ വെള്ളമാണ് തിളപ്പിക്കുന്നത്. ഇതിൽ പകുതി ഇലയും വെള്ളവുമായിട്ട് 1 ദിവസത്തേക്ക് രാവിലത്തേക്ക് എടുക്കും. എന്നിട്ട് ആ ഇല മുക്കി പിഴിഞ്ഞ് വയറ്റത്ത് നല്ലപോലെ ചൂടോടെ വയറ്റത്ത് വെള്ളത്തിൽ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് പിറ്റേന്ന് ചൂടാക്കാം. തിളപ്പിച്ചിട്ട് രാവിലെ ഇത് എത്ര വെള്ളം ഒഴിക്കും ചേച്ചി ഇതിൽ ഈ കല്ല് നിറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് രാവിലെ ഈ വെള്ളം വയറ്റത്ത് പിടിക്കത്തക്കതുപോലെ, ദേഹത്ത് ഒഴിക്കത്തക്കതുപോലെ ചൂടാക്കും. രാത്രി ഇപ്പം വൈകിട്ട് നല്ല തിളപ്പിച്ചിടും. ഈ വെള്ളത്തിനകത്ത് ഈ ഇലയുടെ കളറെല്ലാം ഇറങ്ങി നല്ല തിളച്ച് മറിഞ്ഞും കിടക്കും. എന്നിട്ട് രാവിലെ വീണ്ടും ചൂടാക്കുമോ? രാവിലെ ചൂടാക്കും, എങ്കിലേ പറ്റുള്ളൂ. തണുത്ത് പോകും വെള്ളം. രാവിലെ ചൂടാക്കുന്നത് ദേഹത്ത് കോരി ഒഴിക്കാണ്ടൊക്കെ പരുവത്തിന് ചൂടാക്കി. തിളച്ച വെള്ളം ഒഴിക്കാനാണോ പരിപാടി? തിളച്ച വെള്ളം ഒഴിക്കത്തില്ല. തിളച്ച വെള്ളം ഒഴിച്ചാൽ പിന്നെ എന്റെ ഈ ജോലിയും പോയി ഞാൻ വീട്ടിൽ ചെന്ന് കുത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യം വേദിന്റെ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു. ഇപ്പൊ ചേച്ചി ഇവിടെ, സീനത്തേച്ചി ഇവിടെ എനിക്ക് തലേ തേക്കാനുള്ളതല്ലേ, ദേഹത്ത് തേക്കാൻ നിറം വെക്കാനുള്ള വെളിച്ചെണ്ണയാണോ? വെളിച്ചെണ്ണ, ക്യാരറ്റ് ഓയിൽ എന്ന് പറയും. ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാണ്. അപ്പം ഇതൊന്നും ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതും വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പം ഇത് തേച്ചാൽ നിറം വെക്കുമെന്നാണ് ചേച്ചി പറയുന്നത്. അതെന്തായാലും നിറം പ്രസവിച്ച് കഴിയുമ്പോ വയറ്റത്തെ പാടുകള്, കറുത്ത പാട് അതെല്ലാം പോകും. നമുക്ക് സ്ത്രീകൾക്ക് കഴുത്തിലും കക്ഷത്തും ഒക്കെ ഉണ്ടാകുന്ന കറുപ്പ് നിറം മാറി കിട്ടും. അതിനുവേണ്ടിയാണ്. പിന്നെ നല്ല നിറം വെക്കാന് പ്രസവിച്ചവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും നിറം വെക്കാൻ ഈ ക്യാരറ്റ് ഓയിൽ നല്ലതാ. ഇത് നല്ലതുപോലെ ഗ്രേറ്റ് ക്യാരറ്റ്, ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 1 കാൽ കിലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് 1/2 ലിറ്റർ വെളിച്ചെണ്ണയാ? 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 1/4 കിലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഈ എണ്ണയിൽ കിടന്ന് നല്ല മൂത്ത് വരണം. അതായത് ഉമിക്കരി മാതിരി ഇങ്ങനെ പൊടിയുന്ന ഒരു പരുവാകുമ്പോ ഇത് തിളച്ച് നല്ല ഇതിന്റെ കളർ ഇറങ്ങി കഴിഞ്ഞു. അന്നേരം ഇതിൽ കുറച്ച് നമ്മുടെ നാടൻ മഞ്ഞള്, മഞ്ഞളോ നാടൻ മഞ്ഞളിന്റെ പൊടിയോ കൂടി ചേർത്ത് കഴിഞ്ഞാല് ഇതിന് നല്ല കളറായിരിക്കും. വശത്തും നമ്മുടെ കഴുത്തിലും ഒക്കെ ഉണ്ടാകുന്ന കറുപ്പ് നിറം മാറാൻ, നല്ല നിറം വെക്കാനും ഈ ക്യാരറ്റ് ഓയിൽ നല്ല. ചേച്ചി ഇത് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ട് നിറം വെച്ചോ അവർക്കൊക്കെ? ഞാനിങ്ങനെ ഈ പ്രസവത്തിന്റെ ജോലിക്ക് പോകുന്നിടത്ത് മിക്കവാറും ഉള്ളിടത്തെല്ലാം ഈ എണ്ണ കാച്ചി കൊടുക്കലുണ്ട്. അവർക്ക് വയറ്റത്ത് പ്രസവിച്ച് കഴിയുമ്പോ ചിലർക്ക് വയറ്റത്ത് കറുത്ത നിറം ഉണ്ടാവും, അടിവയറിന്റെ ഭാഗത്തെല്ലാം. പിന്നെ കക്ഷത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്, നിറം വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ എണ്ണയൊക്കെ കാച്ചുന്നവരുണ്ട്, 1/2 കിലോ കാച്ചുന്നവരുണ്ട്. അങ്ങനെ കാച്ചി കൊടുക്കുമ്പോ മാറും. ചേച്ചി എന്നോട് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയാണ് ഇത് തേച്ചാ. അതായത് കുറെ ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പിഗ്മെന്റേഷന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ ഒന്നും സത്യം പറഞ്ഞാൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇതിപ്പോ ചേച്ചി ഇങ്ങനെ ഇതിനു വേണ്ടി നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് യൂസിന്റെ എങ്ങനെ ഉണ്ടെന്നുള്ളത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ ചെയ്യാം. ഇനി ഇത് ഇത്ര മാത്രമേ ഉള്ളൂ.
ഇത് തിളച്ച് ഇറക്കി കഴിയുമ്പോഴാണ് മഞ്ഞള്, നാടൻ മഞ്ഞൾ പൊടിച്ച പൊടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ നാടൻ മഞ്ഞളിന്റെ പൊടി ഒരു 2 സ്പൂൺ ഇതിനകത്ത് ചേർക്കും. ഇത് കഴിഞ്ഞിട്ട് ഫുൾ ഇത് ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇത് തിളച്ച് നല്ല മൂത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഈ മഞ്ഞപ്പൊടിയായി ചെറിയ ചൂട് സമയത്ത് ആ മഞ്ഞപ്പൊടി ഇടും. എണ്ണ ചെറിയ ചൂടായിട്ടിരിക്കുന്നു. ഒരുപാട് തണുക്കുന്നതിന് മുമ്പ് ഇടും. അപ്പൊ ഈ മഞ്ഞൾ അതിൽ കിടന്ന് മൂത്ത് കഴിയുമ്പോൾ പിന്നെ കളറൊക്കെ വന്നു കഴിഞ്ഞു. പിന്നെ അപ്പൊ ഇതിനാകെ വേണ്ടത് ക്യാരറ്റും പിന്നെ മഞ്ഞളും വെളിച്ചെണ്ണയും മാത്രം മതി, വേറെ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഓക്കേ. ഈ പരുവാണ് ഈ ക്യാരറ്റ് വറുത്ത് വരുന്ന മൂത്ത് വരുന്ന പരുവ്. ഈ പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഒരു നാടൻ മഞ്ഞൾ വറുത്ത് പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2-2.5. ആ പൊടിയെ ഇപ്പം ഇത്രയും തണുത്തിട്ടും ഈ മഞ്ഞൾപ്പൊടി ഇരുന്ന് ഈ എണ്ണ ഇനി കുറച്ചു നേരം ഇരുന്ന് ഈ കളറെല്ലാം അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നല്ലൊരു മഞ്ഞ കളറായിരിക്കും. ഈ എണ്ണ തേച്ച് അങ്ങോട്ട് കുളിച്ചങ്ങോട്ട് സുന്ദരികളായി കേട്ടോ. സുന്ദരികളാവാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും സീനത്തേച്ചിന്റെ ഈ ഒരു എന്താണ് ക്യാരറ്റ് ഓയിൽ പരീക്ഷിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഇതിന്റെ റിവ്യൂ തേച്ചതിന് ശേഷം പറയുന്നതായിരിക്കും. അങ്ങനെ ക്യാരറ്റ് ഓയിലിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പൊ എന്നോട് പിഗ്മെന്റേഷന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. അതിൽ മറ്റ് നമ്മൾ വാങ്ങിക്കുന്ന എണ്ണയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇത് ക്യാരറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതിൽ വേറെ ഒന്നും ഇതിനകത്ത് നമ്മൾ കെമിക്കലുകളൊന്നും ചേർക്കുന്നില്ല. ഈ എണ്ണ വളരെ നല്ല എണ്ണയാണ്. ഇത് പലരും പരീക്ഷിച്ച് അറിഞ്ഞതിന് ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാരറ്റ് ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് അരിച്ചു എടുക്കും. അരിച്ച് തണുത്തതിന് ശേഷം അരിച്ചൊഴിച്ച് ഉപയോഗിക്കാം. കുളിക്കുന്നതിന് മുമ്പ് ഒരു 1/2 മണിക്കൂർ തേച്ച് പിടിച്ചതിന് ശേഷം ദേഹത്ത് തേച്ച്. ഇത് വേദിന്റെ കൂടെ ഇടുവോ? വേദിന്റെ കൂടെ ഇത് ഇടത്തില്ല. വേദിന്റെ കൂടെ തൈലം തേച്ച് വേദിട്ട് കുളിച്ചതിന് ശേഷം ആ വേദ് കഴിഞ്ഞതിന് ശേഷം പിന്നെ 5 ദിവസം വേദ് കഴിഞ്ഞ് 6ന്റെ അന്ന് ഈ എണ്ണ തേച്ച് പ്രസവിച്ച് കിടക്കുന്നവർക്കും അല്ലാന്നുള്ളവർക്കും ഒക്കെ തേച്ച് കുളിക്കാം. പറ്റുന്ന വെളുക്കാൻ. നമ്മള് വേദിന്റെ കൂട്ട് കണ്ടു. പിന്നെന്താ ചേച്ചി ഉണ്ടാക്കിയ ക്യാരറ്റ് ഓയിൽ, നമ്മുടെ ഈ ഇത് പിഗ്മെന്റേഷൻ ഒക്കെ പോവാനുള്ള ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കി. ഇനി അടുത്ത ചേച്ചി ഉണ്ടാക്കാൻ പോകുന്നത് എന്താ ചേച്ചി? തലയിൽ തേക്കാനുള്ള എണ്ണ കാച്ചാൻ പോവാണ്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സീനത്തേച്ചിന്റെ എണ്ണയിൽ എന്തൊക്കെയല്ല, അതിന് വേണ്ടി കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ നോക്കാം. ഒരു 4 ഗ്ലാസ് വെളിച്ചെണ്ണ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. ഇത് വീട്ടില് ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. അതില് ഒരു 4 ഗ്ലാസ് വെളിച്ചെണ്ണ നമ്മളിപ്പം ഈ എണ്ണയുടെ ആവശ്യത്തിനായിട്ട് എടുക്കും. 4 ഗ്ലാസ് ഒക്കെ വേണോ ചേച്ചി? 4 ഗ്ലാസ് നിങ്ങൾക്ക് 2. ഇത് എത്ര നാളിരുന്നാലും ഈ എണ്ണ കേടാവത്തില്ല. കാരണം നല്ല മൂത്ത് വരുന്ന വെളിച്ചെണ്ണയാണ്. കുറച്ച് ചെമ്പരത്തിയുടെ പൂവ്, ഇല ഇടൂല. ചെമ്പരത്തിയുടെ പൂവാ ഏറ്റവും നല്ലത് ഇലയെക്കാട്ടില്. ചുമന്ന ചെമ്പരത്തിയുടെ പൂവ്. പിന്നെ 3 കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ടുണ്ട്. 3 കറ്റാർവാഴയുടെ ജെല്ലും കുറച്ച് പനിക്കൂക്കയുടെ ഇലയും കൂടി മിക്സ് ആക്കിയതായത്. ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും. ഇത് നല്ല ഒന്ന് തിളച്ച് നല്ല ഒന്ന് മൂത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ ചേർക്കും. ഇത് മൈലാഞ്ചി. ഇതിൽ വേറെ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് മൈലാഞ്ചി പൊടി, പിന്നെ നെല്ലിക്കാപ്പൊടി, ആംല പൗഡർ, നെല്ലിക്കാപ്പൊടി. നെല്ലിക്കാപ്പൊടി.
ഇത് ഇൻഡിഗോ പൗഡർ, നീലയമരിയുടെ നീലയമരി ഇൻഡിഗോ പൗഡർ. ഇത് 3 കൂടാതെ വേണ്ട ഇൻഗ്രീഡിയൻസ് അല്ലേ? പിന്നെ ഒരു 10-20 ഉലുവ, പിന്നെ ഒരു 5-6-7 കുരുമുളക്. ചേച്ചി മറ്റേ ചുവന്നുള്ളി ഒന്നും ഇടൂല ഇതില്? ചുവന്നുള്ളി ഇടണമെങ്കിൽ ഇടാം, ഞാൻ ചുവന്നുള്ളി ഇതിലങ്ങനെ ഇട്ടിട്ടില്ല. ഇല്ല, ചുവന്നുള്ളി ഭയങ്കര നല്ലല്ലേ മുടി വളരാൻ? നല്ലതാ. ചുവന്നുള്ളി കൂടെ കുറച്ച് ഇട്ടോ, ഒന്നിന് കുറവ് വേണ്ട. ഇത് ഗ്യാസിൽ വെച്ചിട്ട് നല്ല പോലെ തിളപ്പിക്കുക. ഈ എണ്ണ നന്നായിട്ട് തിളച്ച് മൂത്ത് കഴിയുമ്പോഴാണ് ഞാൻ മുമ്പേ കാണിച്ച പൊടികളൊക്കെ ഇതിലേക്ക് ഇടേണ്ടത്. എത്ര സമയം എടുക്കും ചേച്ചി ഇത് മൂത്ത് വരാൻ? അരമണിക്കൂർ. ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ടേ. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ചേച്ചി അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അരിഞ്ഞ ഉള്ളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് മൂത്തതിന് ശേഷമേ നെല്ലിക്കാപ്പൊടിയും ഇൻഡിഗോ പൊടിയും ആംലപ്പൊടിയും ചേർക്കും. ഇതിന് മൂക്കണം. ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങി, തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പില തലമുടിക്ക് നല്ലതാണ്. നല്ല ചുമന്ന എല്ലാം മൂത്തു, എല്ലാം നല്ല ചുമന്ന, നല്ല ബ്രൗൺ കളറായിരുന്നു. നല്ല ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കിയാൽ നല്ല മുരിഞ്ഞ് കിട്ടുന്ന ഒരു പരുവായിട്ടുണ്ട്. നല്ലൊരു പരുവായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരകം നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു 4 സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. കരിഞ്ജീരകം. എന്നിട്ട് ഇത് തീ അങ്ങ് ഓഫാക്കും. തീ ഓഫാക്കിയതിന് ശേഷമാണ് ഇത് ഒന്ന് ശകലം ഒന്ന് തണുത്തതിന് ശേഷം, നിന്ന് തണുത്തതിന് ശേഷം നമ്മൾ അതായത് നമ്മള് ഫുൾ ആദ്യം എല്ലാം ഫുൾ തിളപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കരിഞ്ജീരകം ഇട്ടു. കരിഞ്ജീരകം നല്ല തിളച്ച് ഇതിനകത്ത് ഇരുന്ന് ഈ കരിഞ്ജീരകത്തിന്റെ കളറെല്ലാം ഈ എണ്ണക്കകത്ത് ഇറങ്ങും. ഒരുപാട് കരിഞ്ജീരകം തിളപ്പിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഓക്കെ. അതുകൊണ്ട് നമ്മളൊന്ന് തണുത്തതിന് ശേഷം ഒന്നൊന്ന് ആറിയതിനു ശേഷമേ ഈ പൊടി വർഗ്ഗങ്ങളെല്ലാം, ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ആറിയിട്ടാണ് നമ്മൾ പൊടി വർഗ്ഗങ്ങളെല്ലാം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. നീലയമരി പൊടി തലമുടി കിളിർക്കാനൊക്കെ നല്ല ഒരു സാധനമാണ്. തലമുടി ഉണ്ടാകാനും തലമുടി ഇല്ലാത്തവർക്കും കൂടി തലമുടി വരുമെന്നാണ് പറയുന്നത്. നീലയമരി നീലപ്പൃങ്ങാതി എണ്ണ കാച്ചുന്ന പൊടിയാണിത്. ഇതൊരു ശരിക്കും ഇതൊക്കെയാണ് ഇടുന്നത്, അതോ ഇതിന്റെയൊക്കെ തണ്ടും ഇലയും നമുക്കിപ്പം പച്ച ഇല കിട്ടാനില്ല. ഇപ്പൊ ഉണക്കായതുകൊണ്ട് ഒരു 3 സ്പൂണ് അതെടുത്തിട്ടുണ്ട്. ഇത് നെല്ലിക്ക പൊടിയാണ്. നെല്ലിക്ക ഉണക്കി പൊടിച്ച് നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ഞാൻ വാങ്ങിച്ചത് വനിതയുടെ നെല്ലിക്കപ്പൊടിയാണ്. നല്ല നെല്ലിക്കപ്പൊടിയാണ് ഇത്. ഇതൊരു 3 സ്പൂണ് എടുത്തിട്ടുണ്ട്. ഇത് മൈലാഞ്ചിപ്പൊടി അതേപോലെ തന്നെ. ഇത് മൈലാഞ്ചിപ്പൊടി മാത്രമല്ലേ? എല്ലാം അതാത് പൊടികൾ മാത്രം. മൈലാഞ്ചിയുടെ പൊടി, നെല്ലിക്കാപ്പൊടി, നീലയമരിയുടെ പൊടി, ഇത് 3ന്റെയും പൊടിയാണ്. നമുക്ക് ഇതിന്റെ പച്ച കിട്ടിയാല് ഏറ്റവും നല്ലതാ. പച്ച കിട്ടും. പക്ഷെ നമുക്ക് പച്ച കിട്ടാനില്ല. പച്ച ഇപ്പം എടുത്തു കൊണ്ടുവന്ന് ഉണക്കി പൊടിക്കാനൊക്കെ പാടാ. ഇത് നല്ല ഉണങ്ങി പൊടിച്ച പൊടി, നല്ല നല്ല കമ്പനിയുടെ പൊടി തന്നെ. ഇത് അടിയിൽ കൊടുക്കുന്നത് ഇട്ടപ്പോ തന്നെ എണ്ണയ്ക്കൊരു ഇതുണ്ട്, മണം. ഇത് തിളച്ച ഒരു വരുന്നുണ്ട്. കാരണം ഈ എണ്ണ തിളച്ചിരിക്കുന്നതിനകത്ത് പൊടികളൊന്നും ഇട്ടാൽ പെട്ടെന്ന് കഴിക്കും. തണുത്തതിന് ശേഷമേ ഇടത്തുള്ളൂ. ഇനി ഇതിനകത്തിരുന്ന് ഈ കളർ ഇറങ്ങും. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം അരിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇതിനി ഇറങ്ങും. ഇതിന്റെ കളറെല്ലാം ഇറങ്ങി നല്ല മണം. ഇപ്പൊ തന്നെ നല്ലൊരു കാച്ചെണ്ണയുടെ മണമാണ്. ചേച്ചി ഇതൊക്കെ എങ്ങനെയാ പഠിച്ചേ? ഞാൻ ഇതൊക്കെ പഠിച്ചത്, ഞാൻ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന അവിടെ എണ്ണ കാച്ചുന്നതും തൈലം കാച്ചുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പഠിച്ചു. പിന്നെ അല്ലാതെ പൊതുവെ നമ്മളൊരു ജോലിക്ക് ഇറങ്ങി കഴിയുമ്പം ഓരോരുത്തരും ചെയ്യുന്നത് കണ്ട് ഈ മുടി വളരാനുള്ള എണ്ണയൊക്കെ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കാറുണ്ട്. തണുത്തതിന് ശേഷം അരിച്ച് കുപ്പിയിൽ ഒഴിച്ചു വെക്കും. ഇത് എത്ര നാളിരുന്നാലും ഈ എണ്ണ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇത് കേട് വരുന്ന എണ്ണയല്ല.
കനിച്ച് പോവോ ഒന്നും ചെയ്യത്തില്ല. ഈ എണ്ണ ആദ്യം തലയിൽ തേക്കും. കുളിക്കുന്നതിന് മുമ്പ് തൈലമൊക്കെ തേച്ച് കിടക്കുന്നതിന് മുമ്പ് ഈ എണ്ണയാണ് ആദ്യം തലയിൽ. വേദിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് തലയില് എണ്ണ എണ്ണ ഒരു കുടം എണ്ണ തലയിൽ മൊത്തം തേക്കുക. തല നല്ലതുപോലെ എണ്ണ തലയിൽ നല്ല തേച്ച് പിടിപ്പിക്കണം. നല്ല തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യും തല. അത് പണ്ടുള്ളവർ പറയും എണ്ണ തലയിൽ നിന്നെങ്കിലേ കുഞ്ഞിന് കുടിക്കാൻ മുലപ്പാല് കാണത്തുള്ളൂ. ആ ഒരു പാരമ്പര്യം ഇന്നും നിലനിന്ന് വരുന്നു. നല്ല ചക്കവറ്റലിന്റെ മണമാണ് മൊത്തത്തിൽ നമ്മുടെ തലയ്ക്ക്. നല്ലതുപോലെ ഈ എണ്ണ തലയിൽ തേച്ച് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. തലയില് തലയോട്ടിയിലൊക്കെ നല്ല മസാജ് ചെയ്ത് തലയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ച് മുടിയിലും ഒക്കെ തേച്ച് തലമുടി നല്ല വാരി കെട്ടി അങ്ങോട്ട് വെച്ചിട്ടാണ് അടുത്ത പരിപാടി തുടങ്ങാൻ പോകുന്നത്. മുടിയൊക്കെ എനിക്ക് പൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. പണ്ട് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരു മുടി പോലും എത്ര വലിച്ചാലും ഊരി വരൂലായിരുന്നു. ഇപ്പൊ നന്നായിട്ട് ഊരി വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പ്രസവിച്ച് കഴിയുമ്പോൾ മുടിയൊക്കെ പൊഴിയുമ്പോൾ കുറച്ചൊക്കെ പൊഴിയും മുടി. തലയിൽ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. തലമുടി വാരി നല്ലതുപോലെ മുകളിലോട്ട് വെച്ച് പൊക്കി കെട്ടി ക്ലിപ്പിട്ട് വയ്ക്കും. അതിന് ശേഷമാണ് നമ്മള് തൈലം തേക്കാൻ പോകുന്നത്. അങ്ങനെ മുടി കാരി നമ്മൾ കെട്ടി വെച്ചു. ഇനി നമ്മള് അടുത്ത പരിപാടി തൈലം ക്യാരറ്റ് ഓയിൽ തേക്കുകയാണ് അടുത്ത പരിപാടി. അപ്പൊ ഇനി അടുത്തത് നമ്മൾ ക്യാരറ്റ് ഓയിൽ തേക്കും. ഈ ക്യാരറ്റ് ഓയിൽ ആക്ച്വലി ദേഹത്തൊക്കെ തേക്കാം, പക്ഷെ ഇപ്പൊ തൈലം തേക്കുന്നത് കൊണ്ട് ക്യാരറ്റ് ഓയിൽ മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. കഴുത്തിലും പിഗ്മെന്റേഷൻ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അത് കുറച്ചൊക്കെ പോയി ഇതൊക്കെ തേച്ചിട്ട്. ക്യാരറ്റ് നല്ല ചീനി ഗ്രേറ്റ് ചെയ്ത് എണ്ണ കാച്ചതാണ്, മഞ്ഞളും കൂടി ചേർത്ത്. ഇത് കറുത്ത പാടുകളൊക്കെ പോവാനും ഒക്കെ നമ്മള് ചെയ്യുന്നത്. ക്യാരറ്റ് ഓയിലും നല്ല വെളിച്ചെണ്ണ, തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മളിത് ഈ എണ്ണ നല്ല എണ്ണയാണ്. നമ്മുടെ കക്ഷത്തിലെയും കഴുത്തിലെയൊക്കെ കറുപ്പ് മാറാൻ ഈ എണ്ണ നമ്മൾ തേച്ച് പിടിക്കും. എന്നിട്ട് നമ്മൾ പയറുപൊടി ഉപയോഗിച്ചാണ് ഇത് കഴുകി കളയുന്നത്. പയറുപൊടി ഉപയോഗിച്ച് കഴുകി കളയും. നമ്മൾ സോപ്പൊന്നും ഉപയോഗിക്കില്ല, പകരം പയറുപൊടിയാണ്. പിന്നെ തലയിലെ ഈ എണ്ണ കളയാൻ വേണ്ടിയിട്ട് ഒരു പൊടി ഒരു ഉണ്ട്. കറിവേപ്പിൻ്റെ ഇല, ചെമ്പരത്തി ഇല, മൈലാഞ്ചി ഇല, പിന്നെ കുറെ ആയുർവേദിക് തുളസിയുടെ ഇല, ഇങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളെല്ലാം കൂടി ഉണക്കി പിടിച്ച ഒരു ചൂർണ്ണമുണ്ട്. ആ ചൂർണം തിളപ്പിച്ചിട്ട് അരിച്ച് 1/2 ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷമാണ് തല കഴുകുന്നത്. സോ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ ഞങ്ങള് കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പം വേദ് കലം എന്താ കാണിച്ചു തരാം. നമ്മൾ തിളപ്പിച്ചിട്ടിരിക്കുന്ന വേദ്, ഇന്നലെ ഈ വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ടു. ഇന്ന് ഒന്നും കൂടി ഇത് ചൂടാക്കിയിട്ടാണ് നമ്മൾ കുളിക്കാനെ കൊണ്ട് എടുക്കുന്നത്. ഇപ്പൊ നമ്മളിത് കുളിക്കാനായിട്ട് വെള്ളം തെളിച്ച് എടുക്കാൻ പോവാം. എന്നിട്ട് ആ ഇല അവസാനം എടുക്കും. ഇവിടെ ആക്ച്വലി ഈ വേദ് പിടിക്കുന്നത് ഇല വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചപ്പോ അവരൊക്കെ ഇങ്ങനെ തുണി വെച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അതായത് ഈ വെള്ളം തുണിയായിട്ട് മുക്കി അങ്ങനെയാണ്. അങ്ങനെ പിടിക്കും, അങ്ങനെയും പിടിക്കും, ഇല കൊണ്ടും പിടിക്കും. ഇവിടെ ഇല കൊണ്ടാണല്ലേ? ഇല കിട്ടാത്തടത്തൊക്കെ മിക്കവാറും തുണി കൊണ്ടാ പിടിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാ ഇലകളും ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലും ഉണ്ട്, തൊടിയിലും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത് ഇങ്ങനെ എടുത്തത്. ഞാൻ ഇലയൊക്കെ കാണിച്ചു തന്നു. അത് കൂടാണ്ട് ഇതിനകത്ത് നാൽപ്പാമര പട്ടയോ നാൽപ്പാമര പട്ട ഇട്ടിട്ടുണ്ട്. അതാണ് ഈ കളർ അല്ലേ? റെഡ് കളർ.
എനിക്ക് ഈ വേദ ആക്ച്വലി നല്ല ഇഷ്ടമാണ്. അത് നല്ല ചൂടാണ്, ശരിക്കും നല്ല ചൂട് വെള്ളമാണ് നമ്മുടെ ദേഹത്തേക്ക് ഒഴിക്കുക. അതെനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊന്നും ആർക്കും അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല. അത് എനിക്ക് വേദ മാത്രമേ ഉള്ളൂ ഇഷ്ടം. അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് കുടിക്കാനുള്ളതും കഴിക്കാനുള്ളതും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ അധികം കഴിക്കാറൊന്നുമില്ല. ലൈക്ക് കുറെ കുറുക്കും ഒക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ പ്രഗ്നന്റ് ആയി ലൈക്ക് ഡെലിവറി കഴിഞ്ഞവർ അങ്ങനത്തെ കുറുക്ക് കുറെ കുടിക്കുന്നുണ്ട്. അങ്ങാടി മരുന്ന് അതൊന്നും ഞാൻ ആക്ച്വലി കഴിക്കുന്നുമില്ല. കഷായം മാത്രം കുടിക്കുന്നുണ്ട്, വേറൊന്നും അങ്ങനെ അധികം അങ്ങനെ ഒന്നും വേറെ സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല. ഈ വേദ എനിക്ക് ഇഷ്ടമാണ്, എണ്ണ ഇടാനും കുഴമ്പിടാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് ആക്ച്വലി വേദ കഴിഞ്ഞു, ഇന്ന് 7th ഡേ ആണ്, ഇന്നുകൊണ്ട് വേദ തീരാണ്. കണ്ടിങ്ങനെ ആവി പറക്കുന്ന ഈ ഇല വാരി, ഈ ഇലയാണ് വാരി ഇങ്ങനെ പൊത്തി പിടിക്കുന്നത്. ഈ കലം ആക്ച്വലി 7 ദിവസം മുമ്പേ വെച്ചതാണ്. ഇതിനകത്തിലുള്ളത് ആൽപ്പാമര പട്ടയാണ്. ഈ പട്ട നമുക്ക് വാരി പിടിക്കാൻ പറ്റത്തില്ല. ഇനി ഇത് പിന്നീട് നമ്മള് കല ഇറക്കുമ്പോ. ചേച്ചി എങ്ങനെയാ ഈ ഇത് പിടിക്കണമെന്ന് ജസ്റ്റ് കാണിച്ചു തന്നെ. ഇല വെച്ചിട്ട് ഈ ഇല ഇങ്ങനെ ചൂടോട് വാരി ഇങ്ങനെ ഒത്തി ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ പിടിക്കും. വൈദ്യുതമർത്തി ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇങ്ങനെ വാരി ഇല വാരി ഇങ്ങനെ പൊത്തി പിടിക്കും. അങ്ങനെയാണ് പിടിക്കുന്നത്. ഇത് നമ്മൾ തിളപ്പിച്ച് വെച്ച ഒരു താളിപ്പൊടിയാണ്. താളിപ്പൊടി വെള്ളത്തിൽ ഒരു 1.5 സ്പൂൺ താളിപ്പൊടി തിളപ്പിച്ച് വെള്ളത്തിലെടുത്തതാണ്. ഈ വെള്ളം അരിച്ചിനി ഈ പാത്രത്തിലോട്ട് ഒഴിക്കും. തല കഴുകാൻ വേണ്ടിയിട്ടാണ്. തല കഴുകാൻ വേണ്ടിയാണ് അത് അരിച്ച്. ഇതിന് 1/2 ബക്കറ്റ് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഇഷ്ടമാണ് തല കഴുകുന്നത്. എൻ്റെ ഈ രാവിലത്തെ എണ്ണയിടൽ, വേദുകുളി ഇതെല്ലാം കൂടി ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ആ സമയത്ത് മൊത്തം കുഞ്ഞിനെ നോക്കുന്നത് തരുൺ ചേട്ടനാണ്. വേദ കഴിഞ്ഞ് അപ്പൊ കല ഇറക്കണം. അപ്പൊ 3 ചുറ്റി പ്രസവിച്ച് അടുപ്പിൽ പ്രസവിച്ച മോളെ കൊണ്ട് കാത്തു ഒപ്പിക്കും. കിഴക്കോട്ട് തിരിക്കും. ഈ കാലത്തൊന്നും ഇല്ലല്ലോ അല്ലേ? കലത്തിനൊന്നും ഇല്ല. വെറും അത്രേ ഉള്ളൂ. വേദ കഴിഞ്ഞ് വണ്ടർഫുൾ കുളി. ചേച്ചി ഇനി കുളിപ്പിക്കേണ്ടതാണ്.